പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകളുടെ കൃത്യ സ്വഭാവം, അവർ യഥാർത്ഥ സ്വഭാവം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഇത് പറ്റി. സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം, അവരുടെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അത് ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഈ പരിപാടി കൊണ്ട് എനിക്ക് പറ്റി. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അടുത്ത കാലത്ത് ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒരു സ്റ്റാർ മാച്ച് ഫ്ലവേഴ്സ് TVയുടെ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈടെയായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനൊരു മറുപടി എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, എന്താ സംഭവിച്ചത്. ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം എല്ലാവരോടും ഇങ്ങനെ എക്സ്പ്രഷൻ പറഞ്ഞേക്കുന്നത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നടക്കുമല്ലോ എന്ന് വരും. ഇതാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പങ്കെടുത്ത, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്ത ഒരു ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ടായി. അപ്പം അതിൽ ഒരു കൂട്ടം ചേർന്ന ഒരു 100 മിമിക്രിക്കാരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നമുക്കതിലൊരു അറ്റാക്ക് ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വന്നു. അതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ഇപ്പോൾ കാണുന്ന വിവാദം എന്നാണ് എനിക്ക് തോന്നിയത്. സംഭവിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്കും ചിന്തിച്ചറിയാൻ പറ്റും. സംഭവിച്ചത് ഇതാണ്. ഇവരുടെ ഒരു പരിപാടിയിൽ ഞാൻ അതിഥിയായിട്ട് പോകും. അപ്പോൾ അവിടെ എന്നെ പോലെ തന്നെ അതിഥിയായിട്ട് വന്ന 2 പഴയ നടിമാർ, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തരായ 2 നടിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിനിമയിൽ, എൻ്റെ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹിറ്റായ ഒരു പാട്ട്. ആ പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് കൂട്ടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അപ്പൊ ഇവരുടനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗജനി എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ചുറ്റും വീഴി കൂടരെ, എനിക്ക് എൻ്റെ കറക്റ്റ് ലിറിക്സ് അറിയില്ല കേട്ടോ, ഈ പാട്ട് ഇവരതിൻ്റെ കൂടെ പാടുകയും ഞാൻ ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമവും ഇവർ നടത്തി. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നു, ഓർക്കസ്ട്ര. അതേസമയം ഇവർ പെട്ടെന്ന് ഈ പാട്ടിലേക്ക് മാറ്റുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ഈ ഓർക്കസ്ട്രേഷൻ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ വേറൊരു പാട്ട് പാടുന്നു. നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യമെല്ലാം വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നത്തണുപ്പിൽ മൂങ്ങി ആടും മുളങ്കാടും രാഗം മൂളും, കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും, നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യമേളം വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നത്തണുപ്പിൽ മൂങ്ങി ആടും മുളങ്കാടും രാഗം മൂളും, കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും എന്ന് പറഞ്ഞ പാട്ട് പാടുകയാണ്. ഉടനെ അവർ പറയുന്നു ഇത് വെരി സെയിം, ഇതേ പാട്ട് തന്നെ അവർ പാടുന്നു. ഈ പാട്ടിന് ഞാൻ അടിച്ചു മാറ്റുന്നതാണ് ഈ പാട്ടെന്നായി. അപ്പോഴെന്ത് ചെയ്തു, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ എനിക്കനുസരിച്ച് വരും, ഇവർ പാടുമ്പോൾ ഇവർക്കനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വന്നു. പിന്നെ അവിടെ ഒരു നോൺ സ്റ്റോപ്പ് ഒരു 10-15 പാട്ട് എന്ന് പാടുന്ന പാട്ട് ഞാൻ പുറപ്പെടും. പിന്നെ ഹൈ വോളിയത്തിൽ ഈ ആളുകളെല്ലാവരും കൂടെ ചേർന്ന് വേറെ പാട്ട് പാടുന്നു, ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു കുലബന്ധവും ഇല്ലാത്ത പാട്ട് പാടുന്നു. ഉടനെ തന്നെ ഓർക്കസ്ട്രേഷൻ ഇവർക്ക് അനുസരിച്ച് വരും. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും എന്റെ കരിയർ നടക്കാം എന്ന് കരുതി ചെയ്താവാൻ. ചിലപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചെന്ന് അവർക്കേ അറിയും. അപ്പൊ ആദ്യത്തെ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു ബൈ ചാൻസ് ആണ്. പക്ഷെ 2ഉം 3ഉം ഇതിങ്ങനെ തുടർന്ന് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് ആവാം. കാരണം സന്തോഷ് പണ്ഡിറ്റിനെ തകർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ കരിയർ തകർക്കുവാനായി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് മറ്റുള്ള പാട്ടിൽ അടിച്ചു മാറ്റിയിട്ടാണ് ഇയാളെ പാട്ട് ചെയ്യുന്നത് വരുത്തി തീർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവർ ഗെയിം കളിക്കുന്നതാകാം എന്നെനിക്ക് തോന്നി. ശരി, അപ്പൊ ഈ സംഭവത്തിന് അതിന് ഞാൻ അവസാനമായിട്ട് അവരോടൊരു മറുപടി പറയുന്നുണ്ട്. നമുക്ക് ഏത് പാട്ടും ഒരു 72 രീതിയിലാണ് നമ്മൾ ഏത് പാട്ട് ഈ ലോകത്ത് ചാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടപ്പോൾ നമുക്ക് നോക്കിയാലും ഇപ്പം മുസ്ലിം മതമായാലും അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, ഇതൊക്കെ ഒരു പൊതുവിൽ അതിൻ്റെ ഒരേ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നാടൻ പാട്ടാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരേ രാഗത്തിലോ ഇതിലോ ചാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തെ എത്ര വലിയ മ്യൂസിഷ്യനാണെങ്കിലും അയാൾക്ക് ഈ 72 രീതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. പിന്നെ അവനവൻ്റെ പാട്ടിനെ അതൊന്നും പുതുമയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചില ലിമിറ്റ്സ് ആണ് സത്യം പറഞ്ഞ എല്ലാ പാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇപ്പൊ എന്ന് മാത്രം ഞാനിപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു 100 പാട്ട് പാടാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ഒരു പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ അത് അടിച്ചു മാറ്റി എന്നല്ല. ഈ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു താളം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൽ നമ്മൾ തുടക്കം വേറെ മ്യൂസിക് ഇട്ടിട്ടും അതിൻ്റെ ഇടയിൽ അതിൻ്റെ മീറ്ററൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരാളുടെ പാട്ട് ഇപ്പം നിങ്ങൾ ഈ ഡോക്ടർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളിലെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം എന്ന പാട്ട് ഞാൻ അടിച്ചു മാറ്റി എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗജനിയിലെ പാട്ടെന്ന് വെച്ചാൽ എൻ്റെ പാട്ടിൻ്റെ ഒരു കരോക്കെ ഇടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗജനിയിലെ പാട്ട് നിങ്ങൾക്ക് അനുസരിച്ച് പാടാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം അടിച്ചു മാറ്റിയതാണ്. അല്ലാതെ വെറുതെ അനാവശ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സർവോപരി ഇപ്പോൾ സ്റ്റാർ മാജിക് പോലത്തെ പ്രോഗ്രാം ഒക്കെ ശരിക്കും ഒരു ഫണ്ണാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് ഫണ്ണാണെങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഗസ്റ്റ് ഈസ് ഗോഡ്. നമ്മളെ വിളിച്ചു വരുത്തുന്ന ഒരു അതിഥിയാണ് നമ്മൾ. അപ്പം നമ്മളോടൊരു കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതേപോലെ തന്നെ ടു ഗീവ് റെസ്പെക്ട്, ടു ടേക്ക് റെസ്പെക്ട്. അങ്ങനെയല്ലേ നിങ്ങൾ ഒരാൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ ബഹുമാനിക്കേണ്ട, നിങ്ങളെ ഇങ്ങോട്ടൊരാൾ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ സ്നേഹിക്കണം. അങ്ങനെയും ഒരു കാര്യമുണ്ട്. പക്ഷേ ഒന്നിപ്പോൾ ഇവരോടൊന്നും ഗസ്റ്റ് ഈസ് ഗോഡും ടു ഗീവ് റെസ്പെക്ട്, ടു ടേക്ക് റെസ്പെക്ട് ഒന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവരമായിട്ട് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, ചിലരെന്നോട് ചോദിക്കുന്നത്, സന്തോഷ് പണ്ഡിറ്റ് കൂടെ അറിഞ്ഞ് നടത്തിയ സ്ക്രിപ്റ്റാണോ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നു, ഈ രീതിയിൽ എൻ്റെ സോങ്ങിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സാധാരണ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ സന്തോഷ് പണ്ഡിറ്റ് നല്ല ഒരാൾ അതിനെ കൂട്ടുന്നില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത് അവരോടാണ് ചോദിക്കേണ്ടത്. കാരണം സന്തോഷ് പണ്ഡിറ്റിനെതിരെ കൃത്യമായ സ്ക്രിപ്റ്റ് ചെയ്തതാണോ? കാരണം അതെങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവർ പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ അവർക്കനുസരിച്ചും സന്തോഷ് പണ്ഡിറ്റ് പാടുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അനുസരിച്ചും വന്ന് ഇങ്ങനെയൊരു ഇത് ചെയ്തത്? അപ്പോൾ അവരെല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നില്ല, അതിലെ ചില ആളുകൾ, അതിൽ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ഒരു സന്തോഷ് പണ്ഡിറ്റിന് പണി കൊടുക്കാം, അയാളുടെ കരിയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തകർക്കാം എന്ന് കരുതി ഇവരെല്ലാവരും ഓൾറെഡി ഒരു 4 പാട്ട് പഠിച്ചു കഴിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് ഏത് പാട്ട് പാടിയാൽ ഈ പാട്ടാണ് പാടിയേക്കാം, എന്തായാലും ഓർക്കസ്ട്രേഷൻ നമുക്കനുസരിച്ച് വരുന്ന ആദ്യം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തതാണോ? അതല്ല, ഇവർ പാടുമ്പോൾ അതിനനുസരിച്ച് അയാൾ ബൈ ചാൻസ് ഇടുകയും ഇത് എല്ലാം കൂടെ തലതിരിഞ്ഞ് വന്നതാണോ എന്നൊരു സംശയമാണ്. അപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും ഇതിൻ്റെ ഡയറക്ടറാണ് മറുപടി പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് അല്ല. എനിക്കിങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അവരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, സന്തോഷ് പണ്ഡിറ്റിനെതിരെ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തതാണോ, അയാളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും ഡയറക്ടറോടുമാണ് പറയേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ബൈ ചാൻസ് ആണ്, 2 ഓപ്ഷൻ എടുക്കാം. ഇത് ബൈ ചാൻസ് ആണ് സംഭവിച്ചിരിക്കുക. അവരൊരു രസത്തിന് ചിലപ്പോൾ തുടങ്ങി, പക്ഷെ അത് പിന്നെ അവരെ കൈവിട്ടുപോയി. ശരി, പിന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വായ തോന്നിയൊക്കെ പാടി, അതാണ് സംഭവം എന്തായാലും അത് ചീറ്റിപ്പോയി എന്നുള്ളത് ഇപ്പോൾ ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി എന്ന് തോന്നുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എനിക്കെതിരെ എന്നെയാണ് മുഖാലാണ്. അപ്പോൾ ജനറലി അങ്ങനെയല്ലല്ലോ വന്നത്. അപ്പോൾ അത് അവർക്കും അറിയാം, ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കൈ വിട്ടുപോകുന്ന ഒരവസ്ഥയിൽ ഡയറക്ടർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ പരിപാടിക്ക് ഒരു ഡയറക്ടറുണ്ട്. അപ്പോൾ അങ്ങേർക്ക് പറയാം, അതെ എനിക്ക് ഈ പരിപാടി ഫണ്ണാണ് വേണ്ടത്, എനിക്കിങ്ങനെ ഒരാളെ ഹറാസ്മെൻറ്റും ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാനല്ല വേണ്ടതെന്ന് പറഞ്ഞ് പരിപാടിക്കിടയിൽ വേണമെങ്കിൽ ഡയറക്ടറിനെ ഇടപെടാമായിരുന്നു. ഓപ്ഷൻ എ. ഇനി അതല്ല, അത് മൊത്തം കഴിഞ്ഞുപോയി. ശരി, അത് ഞങ്ങൾ മാത്രം അറിഞ്ഞൊരു കാര്യമാണ്. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം കട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഡയറക്ടർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ നന്നായിട്ട് മുൻകാലിട്ട് വന്നു. ഇവർ പാടിയ പാട്ട് ഈ പാട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി. വെറുതെ എന്തിനാണ് ഈ പരിപാടി ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ആ പരിപാടിയുടെ നേച്ചർ അതല്ല. അല്ലാതെ ആരൊക്കെ എവിടുന്നൊക്കെ കഷ്ടു എന്തൊക്കെ ചെയ്തു എന്ന് ആ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമൊന്നുമല്ല. അങ്ങനെയൊക്കെയാണ് പരിപാടിയുടെ നേച്ചർ, അതാണെന്ന് പറയാം. ഈ പരിപാടിയുടെ നേച്ചർ അതല്ലല്ലോ. അപ്പോൾ എന്ന് കരുതി അത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് പലർക്കും പൊങ്കാല കിട്ടുമെന്ന് പറഞ്ഞ് പലരും വിഷമിക്കുന്നതും അങ്ങനെ ന്യൂസ് കാണുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഡയറക്ടർക്ക് അതിനെ കട്ട് ചെയ്തപ്പോൾ ഇത് വേറെ ആരാ അറിയുന്നത്. അപ്പോൾ അത് കിട്ടും. ഞാൻ പറയുന്നു, നമ്മൾ ഒരാളുടെയും കരിയർ തകർത്തിട്ടോ ഒരാളുടെ മാനസികമായി ഒരുപാട് വേദനിപ്പിച്ചിട്ടോ ഒരാളുടെ കുടുംബം തകർത്തിട്ടോ നമ്മൾ റേറ്റിംഗ് കൂട്ടേണ്ട ഒരാവശ്യമില്ല. ഇത് ചിലപ്പോൾ ബൈ ചാൻസ് സംഭവിച്ചിരിക്കട്ടോ, റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി എൻ്റെ 1-2 എക്സ്പീരിയൻസ് പറയാം. ഇവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുമ്പ്
ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികം കഴിയുന്ന ഈ മിമിക്രി പരിപാടികൾ, മിമിക്രിക്കാർ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് ഞാൻ പോകാറില്ല. കാരണം എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് പോയിട്ട് തലവെക്കുന്നതെന്ന് ചോദിക്കും. അപ്പം എനിക്കിത് കേട്ടിട്ട് മറ്റത് മിമിക്രിക്കാരുള്ള പരിപാടിയാണ് ഈ രീതിയിൽ ഒരു ബോധപൂർവ്വം സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ശ്രീകണ്ഠൻ നായർ ഷോ. അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അവർ ശരിക്കും എനിക്കിതൊരു സ്ക്രിപ്റ്റ് ചെയ്ത് വന്നതാണോ അതല്ല അബദ്ധത്തിൽ ബൈ ചാൻസ് കൈവിട്ടു പോയതാണോ. കൈവിട്ടു പോയതാണെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടല്ലോ, അതുപോട്ടെ. അപ്പോൾ മിമിക്രിക്കാരുടെ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കില്ല. അതിനൊരു പ്രോഗ്രാം വിളിക്കുകയും എന്നോട് ചോദ്യം ചോദിക്കും, മിമിക്രിക്കാരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചേട്ടാ വിട്ടേക്ക്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല ഈ കേരളത്തിലെ മൊത്തം മിമിക്രിക്കാരും പണ്ഡിറ്റിൻ്റെ എതിരാണോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. കാരണം 199 മിമിക്രിക്കാർ അത്യാവശ്യം ബോധവും അത്യാവശ്യം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ളവരാണ്. പക്ഷെ 100-1 സംസ്കാരം ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് കുറച്ച് സീനിയറാണ്. ഞാൻ 10-30 കൊല്ലമായി പക്ഷെ വട്ടപൂജ്യമായി ജീവിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വന്ന സന്തോഷ് പണ്ഡിറ്റ് സ്റ്റാറായി. അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ 2021 ഏറ്റവും കൂടുതൽ വീഡിയോസ് 10 ലക്ഷം പ്ലസ് കിടക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിനാണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നടനോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് ഗൂഗിൾ ട്രെൻഡാണ്. കാരണം ഞാൻ 2011 വന്നു, 2021. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീഡിയോസ് ആളുകൾ കാണുന്നു, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആളുകൾ വിളിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അസൂയുണ്ട്. പിന്നെ കിട്ടുന്നതിന് നല്ലൊരു ശതമാനം ഞാൻ ചാരിറ്റി ചിലവാക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് സന്തോഷ് പണ്ഡിറ്റിന് ഒരു വരുമാനം കിട്ടരുത് എന്നുള്ളത് കൊണ്ട്. കാരണം ഈ പരിപാടിക്ക് എത്തുമ്പോൾ നമുക്കൊരു പൈസ കിട്ടും. ആ പൈസ കിട്ടിയ സന്തോഷ് പണ്ഡിറ്റ് അത് ആർക്കും കൊടുക്കും. അപ്പോൾ ആ അസൂയ കൊണ്ട് ആർക്കും ഒന്നും കിട്ടരുത് എന്ന മാനസികാവസ്ഥയുള്ള ചില മിമിക്രിക്കാരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മിമിക്രിക്കാരാണ് ഇതിൻ്റെ വിട്ടേ. കാരണം ഒരു ഗ്ലാസ് വെള്ളം ഒരു തുള്ളിയെ അതിൽ വിഷമുള്ളെങ്കിൽ നമ്മളത് വിഷമുള്ള വെള്ളം അല്ലേ പറയുള്ളൂ. അല്ലാണ്ട് അതിന് ഒരു തുള്ളിയതിലുള്ള വിഷം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ ഇവർ പങ്കെടുക്കുന്ന ഇവരെ ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന 100 മിമിക്രിക്കാർ ഒരുത്തനെ ഉണ്ടാവും വിഷമായി. പക്ഷേ ഈ ഒരുത്തൻ മതി ആ പരിപാടി മൊത്തം കൊളാക്കാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു മിമിക്രിക്കാരാണ്, ഞാൻ പറ്റില്ല. ഇവർക്കാണ് ഈ പരിപാടി നടത്തിയേ പറ്റും. ഇവരെന്ത് ചെയ്യുന്നു, ഒരു കുറേ പെൺകുട്ടികളെ കൊണ്ടുവന്നു കേട്ടോ. ഒരു കോളേജിൽ പിന്നോട് വെച്ചാൽ കോളേജ് കുട്ടികൾ ഓക്കെ, ഞാൻ പറഞ്ഞ ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ ഈ പരിപാടി തുടങ്ങുന്നു. ഇതൊരു നല്ല പരിപാടിയായിരുന്നു കേട്ടോ. പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഉച്ചഭക്ഷണം പരിപാടി വൈകിട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാം, ഈ ക്യാൻറ്റീന്ന് കഴിക്കുക. അപ്പോൾ ആ പരിപാടി പങ്കെടുത്ത കുട്ടികളെ എൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ കൂടെ അവരുടെ ടീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നതാണ്, ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വളരെ പോസിറ്റീവായിട്ട് സന്തോഷപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൻ്റെ എന്ന് വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇവർ പറഞ്ഞു, മോളെ നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെ ഒന്ന് ചൊറിയണം. ഇതേപോലെ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എന്തിന് സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിന് 5 ലക്ഷത്തിന് സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിനാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്, നിങ്ങൾക്ക് ബാഹുബലി എടുത്തൂടെ, നിങ്ങൾക്ക് ടൈറ്റാനിക് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച് അയാളെ ഉറപ്പിക്കണം. അയാൾ ആദ്യ റൗണ്ട് അയാൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് മറുപടി പറയും, തുടർച്ചയായിട്ട് ഉറപ്പിക്കണം. അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം നമുക്ക് അത് വെച്ച് നമുക്ക് പ്രൊമോ കട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അയാൾ ഉദ്ദേശിച്ച് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ലോകത്തെ ഏതൊരു മനുഷ്യനിടാൻ നിന്റെ നന്ദിൻ്റെ പൈസക്കാണോ സിനിമ എടുക്കുന്നത് വയ്ക്കും. അപ്പം അത് വെച്ച് ഞങ്ങൾക്ക് പ്രൊമോ കട്ട് ചെയ്യാം. വേണമെങ്കിൽ ആ കുട്ടി ഒന്ന് കരയാം. അപ്പം സന്തോഷ് പണ്ഡിറ്റ് കാരണം ഒരു പെൺകുട്ടി കരഞ്ഞു. അപ്പം ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആളുകൾ ഇതെന്തിനാണ് സന്തോഷ് പണ്ഡിറ്റ് തന്തയ്ക്ക് വിളിച്ച് കുട്ടി എന്തിനാണ് കരഞ്ഞതെന്നൊക്കെ നോക്കി ഇത് വെച്ചൊരു ഗെയിം കളിക്കാം, എന്നിട്ട് പ്രൊമോ ചെയ്യാം, എന്നിട്ട് അതിലൂടെ റേറ്റിംഗ് ഉണ്ടാക്കാം എന്ന് അവർക്ക് ചിന്തിച്ചു. അപ്പോൾ ഈ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യം ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെനിക്കിതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെയല്ല, എല്ലാവരും എങ്ങനെയെങ്കിലും റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം. ഇപ്പം നമ്മൾ 1, 1, 3 ആയിക്കോട്ടെ, നമുക്ക് പല പ്രോഗ്രാംസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ പ്രോഗ്രാമും അങ്ങനെയല്ല. കോമഡി ഫെസ്റ്റിവലാണ് ഉള്ള കുറേ പ്രോഗ്രാംസ് ഒക്കെ നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ കുറേ നോക്കുന്ന വെച്ചാൽ മിമിക്രിക്കാരുള്ള പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചു, മിമിക്രിക്കാരാണോ, ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അതുമായി ബന്ധപ്പെട്ട ആൾ വന്നു, സാർ അതിൽ 1-2 മിമിക്രിക്കാരേ ഉള്ളൂ, മിമിക്രിക്കാരില്ല കേട്ടോ, ഞങ്ങളങ്ങനെ ഹറാസ്മെൻറ്റിൻ്റെ പ്രോഗ്രാമല്ല, ഇതൊരു കോമഡി നേച്ചറാണ്. പക്ഷേ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എനിക്കിട്ടൊരു പണി തരിക, എന്നെ ഒന്ന് കുത്തുക എന്നുള്ളത് ഏതെങ്കിലും ഒരാളൊരു ടാസ്ക് പോലെ ഏറ്റെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്കൊരു സംശയം, ചിലപ്പോൾ അതൊക്കെ എൻ്റെ ഒരു സംശയമായിരിക്കും കേട്ടോ. അന്ന് ആ പെൺകുട്ടികൾ കാണിച്ച ഒരു പക്വത പല എപ്പിസോഡും ഇതൊന്നല്ല, ഇങ്ങനെയുള്ള പല പരിപാടികളിലും ഏതെങ്കിലും ഒരു മിമിക്രിക്കാരനോ അല്ലെങ്കിൽ വരുന്ന അതിഥികളെ കൊണ്ടോ ഒരു ചെറിയൊരു ടാസ്ക് സന്തോഷ് പണ്ഡിറ്റ് പണി ചെയ്യാം. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഹ്യൂമറാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമറിൽ പോയാൽ മതി. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ എൻ്റെ വീട് വിറ്റാ സിനിമ എടുക്കുന്നത്. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു.
പിന്നെ ഇവിടുത്തെ പല മിമിക്രിക്കാർക്കും മറ്റവർക്കൊന്നും ജോലി രാജിവെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ജോലി ഉള്ളവനെ രാജിവെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ കലയ്ക്ക് വേണ്ടി വീട് വിറ്റു, എൻ്റെ ജോലികളൊന്നും ഇങ്ങനെ ഒരുപാട് അവനവൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്തു. ഇവരൊക്കെ കലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇവരാരെങ്കിലും വീട് വിറ്റിരുന്നോ? ഇവരാരാൻ്റെ വീടല്ലേ വിൽപ്പിക്കുന്നത്? ചിന്തിക്കണം. ഇവരാരെങ്കിലും അവനോട് നല്ല ജോലി കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. ഇവർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു? വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സന്തോഷപ്പെട്ടിട്ട് എന്താണ്, ക്യാമറ ഒഴിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും സമയം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ഫേസ്ബുക്കിലായാലും ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ എത്ര പേര് ഇവർ മറുപടി കൊടുക്കുന്നുണ്ട്. ഓരോ പോസ്റ്റ് ഇട്ട് പോകും. നിങ്ങളിങ്ങനെ ഗുഡ് നൈസ് ചേട്ടാ ചേച്ചി ഹായ് തരൂ ഇങ്ങനെ പറയല്ലോ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വല്ല മറുപടി കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ എന്താ വേറെ സിനിമയിൽ മൊത്തം കലയ കൊണ്ട് തിങ്ങി നടന്ന് നിൽക്കുകയാണല്ലോ. സിനിമാപരമായിട്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കേൾക്കുന്ന എത്ര പാട്ടുകൾ വേറെ പല പാട്ടായിട്ട് ബന്ധങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ട എത്ര സിനിമ മറ്റു സിനിമകളിൽ നിന്ന് കോപ്പി ചെയ്ത പോലത്തെ സിനിമകൾ തോന്നുന്നുണ്ട്. എത്ര പേര് ഇവിടെ ഇംഗ്ലീഷ് സിനിമ അടിച്ചു മാറ്റി സിനിമ ചെയ്യുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇന്ന സിനിമ ചെയ്തതെന്ന്. സന്തോഷ് പണ്ഡിറ്റിന്റെ കലയെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞ് കേട്ടാത്തൊന്നും ബാക്കിയുള്ള സിനിമയിലൊക്കെ കലയം തൊഴുകയാണ്. നായകനൊന്ന് ഇടിക്കുന്നു, 100 വില്ലന്മാർ നിറഞ്ഞു കെട്ടി വീഴുന്നു. ഇതാണോ കല? ഇതാണോ റിയലിസ്റ്റിക് സിനിമ? അതിലേതെങ്കിലും ഒരു വില്ല മര്യാദയ്ക്ക് വന്ന് നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ 2 കിലോമീറ്റർ ദൂരെ പോയി കിടക്കുന്നുണ്ടോ? അതൊക്കെ അതിൻ്റെ ഓളത്തെ രസം എന്ന രീതിയിൽ ഇതൊക്കെ കണ്ട് ഞാനും കൈയടിക്കുന്നത്. അതുപോലെ നായകനും നായികയും പാട്ട് പാടുന്നു, ബാക്കിൽ കുറേ എണ്ണങ്ങൾ നൃത്തം വയ്ക്കുന്നു. എന്ത് ആവശ്യത്തിന് നായകനും നായികയും പണിയില്ലാതെ നൃത്തം വയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ ആളുകൾ ആവശ്യമാണ്. ചിന്തിച്ചോളാം. അപ്പൊ എന്താണ് ഒരു രസം? ഇതിലെന്ത് റിയലിസ്റ്റിക്? അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള നായകനായിരിക്കും. അയാൾ പോയിട്ട് വലിയ വലിയ പ്രസിഡന്റിനും അല്ലെങ്കിൽ വലിയ വലിയ ആളുകളോടൊക്കെ ചെന്നിട്ടും അദ്ദേഹം ഡയലോഗ് പറയുന്നു, അവരെയൊക്കെ പോയി അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ന് ലോകത്തെവിടെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഒരു രസം. അതും അല്ലെങ്കിൽ പല സിനിമകളുടെ എൻഡിലൊക്കെ എന്താണ്, നായകൻ മൊത്തം എല്ലാ പ്രദേശങ്ങളൊക്കെ കത്തി ചമ്പലാക്കി അത്രയും ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊന്ന് എന്നിട്ട് നായകൻ ഒന്ന് അറസ്റ്റ് പോലും ചെയ്യില്ല. എന്നിട്ട് അതിന്റെ 2ാം ഭാഗം വരും, 3ാം ഭാഗം വരും, നായകൻ അതിൽ ഉയർന്ന് പോകുന്നതായിട്ട് ഞാൻ ചോദിക്കുന്നത്.